നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിയ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു ഈ പോഡ്കാസ്റ്റിലൂടെ മലയാളി അൺപ്ലഗിൽ. ലാസ്റ്റ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടോടുകൂടി ഞാനിത് വീണ്ടും ആരംഭിക്കുമ്പോൾ ഇന്ന് നമുക്ക് മുമ്പിൽ എത്തുന്നു മിസ് റിയ. വെൽക്കം മിസ് റിയ. ഹായ്. എന്നാൽ നമുക്കിന്ന് റിയയുടെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ കടക്കാം. റിയ ആരാണ്? എൻ്റെ പേര് റിയ. ഞാൻ എൽസനിൽ നിന്നാണ് വരുന്നത്. ഇവരിപ്പം ഹാമിൽട്ടണിലാണ് നിൽക്കുന്നത്. സോ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുടെ ബാപ്റ്റിസത്തിന് വന്നതാണ്. സോ അങ്ങനെ ഇവരെ മീറ്റ് ചെയ്തതാണ്. അങ്ങനെ നമുക്ക് റിയനെ കുറിച്ച് കൂടുതലായി അറിയുമ്പോൾ നമ്മൾ എന്ത് ടോപ്പിക്കാണ് ഇന്ന് റിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് അവളോട് തന്നെ ചോദിച്ചറിയാം. എന്തിനാണ് റിയ ഇവിടെ വന്നിരിക്കുന്നത്? ചേച്ചിനോട് സംസാരിക്കാനാണ് ഞാൻ വന്നേക്കണേ. ഞാൻ ഇന്നലെ റിയനെ ആദ്യമായി കണ്ടപ്പോൾ എന്താണ് ഞാൻ റിയയോട് ആവശ്യപ്പെട്ടത്? അല്ലെങ്കിൽ നമ്മളൊരു പരിചയം ആദ്യമായി കണ്ടു, കുറേ നേരം നമ്മളിരുന്ന് സംസാരിച്ചു. പക്ഷെ എന്നാൽ ഞാൻ എൻ്റെ ചാനലിലേക്ക് റിയനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്താണ് റിയയോട് ഡിസ്കസ് ചെയ്തത്? ഒന്നും അധികം ഡിസ്കസ് ചെയ്തില്ല. എന്താ ഇഷ്ടമുള്ള ടോപ്പിക്സ്, എന്താ ഇൻട്രസ്റ്റ് എന്താന്ന് നമ്മൾ പൊതുവെ സംസാരിച്ചപ്പോൾ വന്നൊരു കോമൺ കോൺവെർസേഷനിൽ ഉണ്ടായിരുന്നു. അല്ലാതെ എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നുമല്ല. എൻ്റെ കൂടെ ഒരു ടോക്കിന് വരുന്നോ എന്ന് മാത്രമേ എന്നോട് ചോദിച്ചോളൂ. എന്തായിരിക്കും ആ ഒരു ടോപ്പിക്ക് എന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? നമുക്ക് മാറി വരുന്ന ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ്. എസ്പെഷ്യലി ബ്യൂട്ടീനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ മാറി വരുന്ന കുറേ കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞൊരു വേർഡ് വന്നു. ഇപ്പോൾ അങ്ങനെയല്ല ഗ്ലോ. ഫെയർ എന്ന് പറഞ്ഞ് അത് മാറ്റിയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന വേർഡ് എന്താ പറയുക, കുറച്ചും കൂടി ഗ്ലോ ഉണ്ടാവാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആവാൻ, അങ്ങനെ ഒരു വേർഡ് മാറ്റിയത് മാത്രമേ ഉള്ളൂ ഈ മേക്കപ്പ് ലോകത്ത്. പക്ഷെ അങ്ങനെയല്ല, ആൾക്കാരുടെ ചിന്തഗതി കുറേ മാറി. ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നാണ് ഞങ്ങളിന്ന് വിചാരിച്ചേ. പിന്നെ നമുക്ക് പറ്റുന്ന ടോപ്പിക്സും. റിയയുടെ കാഴ്ചപ്പാടിൽ എന്താണ് സൗന്ദര്യം? ഇപ്പോൾ ഈ മൈക്ക് ഞാൻ റിയയുടെ കയ്യിലേക്ക് കൈമാറുകയാണെങ്കിൽ ഒരു വാക്കിൽ റിയയുടെ ഒരു ഡെഫിനിഷൻ കൊടുക്കാമോ? എന്താണ് ബ്യൂട്ടി? ഒരു വാക്കിൽ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോരുത്തരുടെയും കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഒരാളുടെ കണ്ണിലാണ് വേറൊരാളുടെ ബ്യൂട്ടി എന്ന് പറയാറില്ല. ഇപ്പം എനിക്ക് ഒരാള് ബ്യൂട്ടി ആയിട്ട് തോന്നണ പോലെ ആയിരിക്കില്ല ചേച്ചിക്ക് ഫീൽ ചെയ്യണേ. ഇറ്റ്സ് ലൈക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഒരാളോട് ഒരു ഇഷ്ടം തോന്നുമ്പം, കേട്ടിട്ടില്ലേ, പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്ന് പറയണ പോലെ, അങ്ങനെയാണ് നമുക്ക് അയാൾക്കൊരു സൗന്ദര്യം ഉണ്ട്, അല്ലെങ്കിൽ ഇതാണ്. എൻ്റെ ഒരു അർത്ഥത്തിൽ ഒരാളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ അയാളുടെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ, അങ്ങനെയൊക്കെയാണ് എനിക്ക് ബ്യൂട്ടി ആയിട്ട് തോന്നണേ. അതിൽ റിയ കൊടുത്ത ഒരു ക്യാപ്ഷൻ എനിക്ക് വളരെ ഇഷ്ടമായി. പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല. എന്നാൽ ആദ്യമായി തന്നെ ട്രെൻഡിങ് ടോപ്പിക്കായ റിയയുടെ മുന്നിലേക്ക് നമുക്ക് എത്താം. പ്രണയിച്ചിരുന്നോ അല്ലെങ്കിൽ പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ട്. പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നമുക്ക് പേടിയായിരുന്നു. വീട്ടിലറിഞ്ഞ എങ്ങനെയാണ്, പ്രേമിക്കാമോ, അത് തെറ്റ്, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത പാരൻസ് തന്നെ ഇപ്പോൾ ചോദിക്കും, ഇപ്പം അങ്ങനെ ആരും ഇല്ലേ, ഓക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ സെറ്റാക്കി തരാം, കല്യാണം കഴിച്ച് തരാം എന്ന് പറയണ ആ ഒരു ഏജിലേക്ക് നമ്മൾ വന്നു. അപ്പം ഏജ് മാറുമ്പം അവരും അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ വീട്ടുകാരൊക്കെ ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, അങ്ങനെ ആയി വീട്ടുകാർ. ഇപ്പം എനിക്ക് തോന്നുന്നു ജനറേഷൻസ് മാറി, ഇങ്ങനെ കുറേ കാലഘട്ടം അങ്ങനെ മാറി വന്നപ്പം അവരും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സമയമാണെന്ന് എനിക്ക് തോന്നണേ. എല്ലാവരും പാരൻസ് നമ്മുടെ പിള്ളേർക്ക് തുറന്ന് പറയാൻ പറ്റണം. നാളെ ഞാനൊരു പാരൻ്റായാൽ എൻ്റെ കുട്ടീനോട് ഒരാൾ ചോദിക്കുക, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പോൾ അമ്മ അല്ലെങ്കിൽ അപ്പ എന്ന് പറയാൻ പറ്റണ അങ്ങനെ ആകുമ്പം നമുക്കിപ്പോൾ ക്രൈമും ഇതൊന്നും ഉണ്ടാവത്തില്ല. ഇറ്റ്സ് ലൈക്ക് ഫ്രീ ആണ്, നമുക്ക് അപ്പനോട് അമ്മനോട് പറയാം. ഇപ്പം പ്രേമിക്കുന്ന എല്ലാ ആൾക്കാരും നല്ല ആൾക്കാർ എന്നില്ല, അല്ലെങ്കിൽ പ്രേമം മാത്രം എടുക്കണ്ട, ഫ്രണ്ട്ഷിപ്പിൽ പോലും കുറേ കുഴപ്പമുള്ള ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ കൊച്ചു പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് എൽഡർ ഫ്രണ്ട് വന്ന് എന്നെ ഇങ്ങനെ ടച്ച് ചെയ്തു, അത് ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും, കുഞ്ഞ് കൊച്ചാണെങ്കിൽ. അപ്പം എന്നോടത് ഫ്രീ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാരൻ്റ് ആയിരിക്കണം.
അപ്പം അങ്ങനെ എല്ലാവരും ആയാൽ ഇറ്റ്സ് ലൈക്ക് ഓക്കെ ആയിരിക്കും. ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി റിയയുടെ കാഴ്ചപ്പാടിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചു. അതിലൂടെ കടന്നു പോകുമ്പോൾ റിയ എങ്ങനെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യുമ്പോൾ റിയയുടെ ആ ഒരു ക്രൈറ്റീരിയസും കാര്യങ്ങളും ഒക്കെ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം എന്താണ്? ഒരു ഏജ് വരെ, ഒരു പരിധി വരെ, ഒരു എന്താ പറയുക, ഒരു ടൈം പീരീഡ് പറയുകയാണെങ്കിൽ ഒരു 2 വർഷം മുമ്പ് ഒക്കെ വരെ ഞാൻ ആലോചിച്ചിരിക്കുന്നത്, ഓക്കെ ഒരു ഭയങ്കര ബോഡി ബിൽഡറൊക്കെ ആയ മസ്കുലർ, അല്ലെങ്കിൽ നല്ല വെളുത്ത് ഫെയർ, അങ്ങനെ അതിലാണ് ഭംഗിയിരിക്കുന്നത്, അതാണ് ദ അൾട്ടിമേറ്റ് മാൻ, എങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തന്നെ മനസ്സിലായ കാര്യമാണ്, എനിക്ക് തന്നെയല്ല ആൾക്കാരുടെ കോൺസെപ്റ്റ് മാറി തുടങ്ങി കേട്ടോ. നമുക്ക് ഒരു വ്യക്തി അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ അയാൾ നമ്മളായിട്ട് കോപ്പി ചെയ്ത് പോകുന്നുണ്ടോ? ഇപ്പം നമുക്കറിയാലോ, എല്ലാവരും വേറെ വേറെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. സോ ഭംഗിയിലും അതിലൊന്നല്ല കാര്യം ഇരിക്കണേ. ആഫ്റ്റർ ഓൾ അവരുടെ പേഴ്സണാലിറ്റി, ഭംഗി എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ് കഴിയുമ്പോൾ അത് പോകും. ഇപ്പോൾ ഒരു 40s ഒക്കെ ആകുമ്പം ഈ മസിലും ഈ കാര്യങ്ങളൊക്കെ പോകും. ഇപ്പം എൻ്റെ എല്ലാവരുടെയും ഫേസൊക്കെ ചുളുങ്ങും, ഇതൊക്കെ മാറും. പക്ഷെ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് വരുന്നതല്ലേ. സോ അത് മാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയല്ല, ഇങ്ങനൊരു വ്യക്തി വേണം, അങ്ങനെ ആണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ഒരു 2 വർഷമായിട്ടുള്ളൂ. പക്ഷെ അതിന് മുമ്പ് വരെ ഈവൻ എനിക്ക് സ്കൂളിൽ വെച്ച് ലൈക്ക് എൻ്റെ പുറകെ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ, എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു, അപ്പം നടന്നുകൊണ്ടിരുന്ന ആൾക്കാർ ടൂടു എന്ന് പറഞ്ഞ ടൂണൊക്കെ ഉണ്ടാക്കി എന്നെ കളിയാക്കി, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാവരും ബോഡി ഷെയ്മിങ്ങും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, എല്ലാവരും അവരെങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ റിയ ഇവിടെ പറയാൻ ശ്രമിച്ചത്, റിയ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ? ബോഡി ഷേമിങ്ങിന് ഞാൻ കുറേ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അതെങ്ങനെയാണ് റിയ ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് റിയ ഒരു പോസിറ്റീവ് തോട്ടിലോട്ട് എടുത്ത് ഇത്രയും കോൺഫിഡൻ്റ് ആയി ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് ഇങ്ങനെ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ശരീരത്തെക്കുറിച്ച് മറ്റൊരാൾ അനാവശ്യമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വണ്ണം, ശരീരം മാത്രമല്ലല്ലോ വണ്ണം, നമ്മുടെ സംസാരം, ഇങ്ങനെയുള്ള ഒരുപാട് വേദനകളിലൂടെ പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കാണുന്ന ഓഡിയൻസിനോട് റിയ എന്ന വ്യക്തിക്ക് എന്താണ് അവരോടൊരു അഡ്വൈസ് കൊടുക്കാനുണ്ട് എങ്കിൽ റിയ എന്ത് നൽകും? എനിക്ക് ഒരു 18 ഇയേഴ്സ് വരെ എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു, 18-19 ഇയേഴ്സ്. അപ്പം ഞാനിത് കേട്ട് കുറേ നാൾ എനിക്ക് ഡിപ്രഷൻ, ലൈക്ക് എന്നെ റൂമിലൊക്കെ ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഡിപ്രഷൻ എന്നല്ല ഞാൻ പറയുന്നത്, കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു 18 ഇയേഴ്സ് 19 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പാരൻസിൻ്റെ ചിലവ് ജീവിക്കുന്ന ടൈമാണ്. അപ്പം നമുക്ക് അത്രയും പ്രഷറിൻ്റെ ആവശ്യമില്ല, പഠിച്ചാൽ മാത്രം മതി. പിന്നെ കളിക്കാൻ പോവുക, കൂട്ടുകാരായിട്ട് പോവുക. പക്ഷെ ആ സമയത്ത് ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഞാൻ മാത്രം എന്താ ഇത്ര തടിച്ച്, എൻ്റെ തടി എന്താ കുറയാത്തതെന്നൊക്കെ, അങ്ങനെയൊക്കെ കുറേ ആലോചിച്ചിട്ടുണ്ട്. ആ ടൈമിൽ, കൊറോണ വന്ന ടൈമിൽ, ഓക്കെ എനിക്ക് ടൈമുണ്ട്, എനിക്ക് കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കുറച്ചു. എന്നിട്ട് എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ അന്നൊരു ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ അന്ന് I was 74 kgs. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ആ ഒരു സ്റ്റേജിൽ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വന്നൊരു സ്റ്റേജ്. അപ്പം എല്ലാവരും കാണട്ടെ, ഒരാൾക്ക് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അയാൾക്ക് ഇന്നറിയും തോന്നണം, അയാൾക്ക് തോന്നുക എനിക്ക് ഇന്ന് ട്രാൻസ്ഫോം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് പറ്റും, അങ്ങനെ തോന്നണം. അല്ലാതെ ഒരാളുടെ ബുള്ളിങ് ഫേസ് ചെയ്തിട്ട് മാത്രമല്ല. ഞാൻ ടൈം എടുത്തു, ഞാൻ 1.5 ഇയർ എടുത്തു, ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഓക്കെ ആയി വന്നത്. അത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വിൻ ചെയ്യാന്നല്ല, ഞാൻ വിൻ ചെയ്തുമില്ല, ഞാൻ വിന്നറല്ല. പക്ഷേ ആ പ്ലാറ്റ്ഫോമിൽ റൗണ്ട് 1 പോയി, റൗണ്ട് 2 പോയി, ഓക്കെ ഫൈൻ, റൗണ്ട് 1 റൗണ്ട് 2 റൗണ്ട് 3 ഞാൻ ഔട്ടായി, ഇറ്റ്സ് ഫൈൻ. ഞാൻ എൻ്റെ ഒരു എയിം പറഞ്ഞാൽ ആ സ്റ്റേജിലെത്താ, പെർഫോം ചെയ്യുക, ഐ ഡിഡ് ദാറ്റ്. അപ്പം അങ്ങനെ ഒരു ആർക്കും എന്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒരാളുടെ ബുള്ളിങ് ഫേസ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യമില്ല.
എനിക്ക് ഓക്കെ ടൈം ടു ചേഞ്ച്, എനിക്ക് പറ്റും, കാണിക്കണം, അത്രേ ഉണ്ടായിരുന്നു. നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ ആ ഒരു എനർജി കണ്ടെത്തണം എന്നല്ലേ റിയ ഓഡിയൻസിനോട് പറയാൻ ശ്രമിക്കുന്നത്? അതെ, ഒരിക്കലും ഒരാൾ പറയുക അല്ലെങ്കിൽ നിന്നെ കാണാൻ അഗ്ലിയാ, നിനക്ക് വണ്ണമുണ്ട്, അല്ലെങ്കിൽ നീ മെലിഞ്ഞതാണ്, നിന്നെ കാണാൻ കൊള്ളത്തില്ല, നീ മെലിഞ്ഞതാണ്, ഒരു ഉടുപ്പും ചേരുന്നില്ല, അല്ലെങ്കിൽ നീ കറുത്തതാണ്, നീ ഭയങ്കര വെളുത്തതാണ്, അങ്ങനെയൊന്നുമല്ല. വെളുത്തതാണ് കറുത്തതാണെന്ന് പറഞ്ഞ് കുറച്ച് മേക്കപ്പ് ഇട്ട് നടന്ന്, അല്ലെങ്കിൽ അവർ അഗ്ലിയാന്ന് പറഞ്ഞു എന്നാൽ വെച്ച് വണ്ണം കുറച്ച്, അല്ലെങ്കിൽ കുറച്ച് വണ്ണം വെച്ച് ഫുഡ് കഴിച്ച്, അങ്ങനെയല്ല. നിനക്ക് നിൻ്റെ മിറർ നോക്കുമ്പോൾ നിനക്ക് എന്നാ തോന്നുന്നത്? ഇഫ് യു ആർ കോൺഫിഡൻറ്റ്, ഗോ ഫോർ ഇറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവര് അതൊന്നും കേൾക്കേണ്ട ഒരു കാര്യമില്ല. അത് ഇതിൽ മാത്രമല്ല, ഒരു കാര്യത്തിലും. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ആലോചിക്കുക, ഇത് എൻ്റെ റൈറ്റ് ടൈമാണോ, എനിക്ക് ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യമുണ്ടോ, എനിക്ക് എന്നെ ഇഷ്ടമാണോ. സെൽഫ് ലവ് ആണ് ഫസ്റ്റ് തിങ്, വേറൊരാളെ അല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത്. ഒരു മിനിറ്റ് മുമ്പ് റിയ ഇവിടെ പറഞ്ഞു നമ്മൾ സെൽഫ് ലവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് കുറേ മേക്കപ്പ് ഇട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇറങ്ങുന്നതല്ല. എന്നാൽ ഇപ്പോൾ റിയയോട് ഞാൻ ചോദിക്കുകയാണ്, റിയ ഇപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ? ഞാൻ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ലൈക്ക് അതിന് മുമ്പ് ഞാൻ എൻ്റെ ബേസിക് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിയ പറഞ്ഞത് മേക്കപ്പ് ഇടുന്നതിലല്ല. എന്നാൽ ഈ ഒരു പോയിന്റിൽ ഞാൻ റിയയോട് ചോദിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ മേക്കപ്പ് ഇട്ട് നമ്മൾ ഇറങ്ങുന്നതിലും സൊസൈറ്റി ഒരു ബ്യൂട്ടി കാണുന്നില്ലേ, അല്ലെങ്കിൽ അതിലൊരു ബ്യൂട്ടി ഉണ്ടോ? ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് എനിക്ക് സൊസൈറ്റി അല്ലെങ്കിൽ ആൾക്കാരെന്നെ നോക്കുമ്പോൾ എങ്ങനെയാണ്, അതല്ല. എനിക്ക് ഇന്ന് അങ്ങനെ തോന്നി, ഇന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയി, ലൈക്ക് ഇന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ്, ഓക്കെ ഇന്നിങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇന്നത് ചേരും, അങ്ങനെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്തു, ലൈക്ക് ഞാൻ ഇന്ന് അത് ചെയ്തു. പക്ഷേ ഡെയിലി ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. പക്ഷേ മേക്കപ്പ് ഇറ്റ്സ് ലൈക്ക് ഇന്നെന്ത് ഓക്കെ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഒരു മൂഡ് അനുസരിച്ച്, അല്ലെങ്കിൽ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ ചില ടൈമിൽ നമുക്ക് തോന്നും ഓക്കെ ഇന്ന് വർക്കിന് പോകണ്ട, അല്ലെങ്കിൽ ഇന്ന് ഒരു മൂഡ് ഓഫ് ഡേ ആണ്, അല്ലെങ്കിൽ ഗ്ലൂമി ഡേ ആണ്, ക്ലൗഡി ഡേ ആണ്. പക്ഷെ നമ്മൾ ചില സമയത്ത് ഓക്കെ കുറച്ച് മേക്കപ്പ് ഇട്ട് ഒന്ന് സെറ്റ് ആകുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും, അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ കുറേ പേര് ഇതിനെ ചേച്ചി പറഞ്ഞ പോലെ കുറേ പേര് ഇതിനെ പറയണത് പുട്ടി അടിച്ചിറങ്ങി, അല്ലെങ്കിൽ എന്താ പറയുക ഓക്കെ അല്ല, ഓക്കെ ഇവള് മൊത്തം പുട്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അത് കേട്ടിട്ട് നമുക്ക് എന്നെ ഇഷ്ടം അതുപോലെ ചെയ്യാന്നുള്ളതാണ്. റിയയുടെ കോൺഫിഡൻസ് ലിപ്സ്റ്റിക്കിലാണോ അതോ റിയയുടെ കമ്മ്യൂണിക്കേഷനിലാണോ? അതായത് ഒരു വ്യക്തിയോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആശയങ്ങൾ കൈമാറുമ്പോൾ നമ്മളുടെ ആ ഒരു ബ്യൂട്ടി എങ്ങനെയായിരിക്കണം? എൻ്റെ കോൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ലൈക്ക് മാറ്റേഴ്സ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു, നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇടണം. എനിക്ക് ഡ്രസ്സപ്പ് ചെയ്ത് നടക്കാനും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നടക്കാനും എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യണത്. അല്ലാതെ ഒരാൾ ഇമ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ കാണണം, ഞാൻ അതിൽ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ, ഞാനൊരു കോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കി ഇറങ്ങാൻ വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ കോൺസെപ്റ്റിൽ അത് എനിക്ക് വേണ്ടിയാണ്. നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ദാറ്റ്സ് ആക്ച്വലി മാറ്റേഴ്സ് അല്ലേ. എങ്ങനെയാണ് ഇപ്പോൾ ചേച്ചി എങ്ങനെയാണ്, ചേച്ചിക്ക് അങ്ങനെ തോന്നാറുണ്ടോ ഓക്കെ ഇന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടു, ഇന്നത്തെ ലിപ്സ്റ്റിക്ക് ഓക്കെ അല്ല, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാ ഒരുങ്ങാൻ? എന്നെ സംബന്ധിച്ച് ഞാൻ അത് ഒരുപാട് ഒരുങ്ങുന്ന ആളൊന്നുമല്ല. പക്ഷേ സ്റ്റിൽ ഒരു സമൂഹത്തിൽ, ഞാനൊരു നേഴ്സാണ്, പക്ഷെ ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ മുന്നിൽ പോകുമ്പം നമുക്ക് ഉറങ്ങി ചെന്ന് നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ ചിരിച്ച് നല്ല നല്ല ഭംഗിയോടുകൂടി അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവർക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്. സോ മേക്കപ്പ് ഇറ്റ്സ് നോട്ട് ടു ബാഡ്. നമ്മൾ അത് മറ്റൊരു വ്യക്തിയിലേക്ക് കൊടുക്കുന്ന ഒരു എനർജി, മറ്റുള്ളവർക്ക് അത് നന്നായി തോന്നുന്നു എങ്കിൽ അതിലൊരു തെറ്റുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കണം, നമ്മൾ ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് വേണ്ടി, ആസ് യു സെഡ് ബിഫോർ, ലൈക്ക് എന്താണ് സെൽഫ് ലവ്. അത് നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മറ്റൊരാളുടെ വാക്കിന് അവിടെ പ്രസക്തിയില്ല. എന്തിനാണ് നമ്മൾ മറ്റൊരാളെ ബോധർ ചെയ്യുന്നത്? എൻ്റെ ഈ ആശയത്തോട് എത്രമാത്രമാണ് റിയ ഇതിനോട് സഹകരിക്കുന്നത്? ചേച്ചി പറയണ തന്നെ, ഒരാൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മളെ പുറത്തല്ല, നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ആണ്, നമ്മൾ ഹാപ്പി ആണോ അത് ചെയ്യുക എന്നതുള്ളൂ. അതല്ലാതെ ഓക്കെ ആൾക്കാർ പറയുന്നത് കേട്ട് നിൽക്കണം എന്ന് ഞാനും പറയില്ല. റിയ ഒരു ഈശ്വര വിശ്വാസിയാണോ?
അപ്പൻ അമ്മ പറഞ്ഞു തന്നതുകൊണ്ട് മാത്രമാണോ റിയ ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് പോയത്? അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ റിയ എങ്ങനെയാണ് ആ ഒരു സ്പിരിച്വാലിറ്റിയെ കാണുന്നത്? അതായത് ഒരു പേഴ്സൺ, അതായത് ഒരു വ്യക്തി, അപ്പനമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മളത് ഫോളോ ചെയ്യണോ? അതോ അല്ലെങ്കിൽ ആ ഒരു ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ, നേരത്തെ റിയ പറഞ്ഞതുപോലെ ഞാനൊരു പേരൻ്റ് ആവുമ്പോൾ എൻ്റെ മക്കൾക്ക് എന്നോട് എന്തും തുറന്നു പറയണം. അപ്പോൾ അങ്ങനെ ഒരു ജനറേഷൻ മുന്നിൽ കാണുന്ന റിയയ്ക്ക് എന്തായിരിക്കണം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അല്ലെങ്കിൽ എങ്ങനെയാണ് റിയ അതിനെ കാണാൻ ശ്രമിക്കുന്നത്? അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോക്ക്, അതും വരാൻ പോകുന്ന എപ്പോഴും വരാൻ പോകുന്ന ഒരു മോക്ക് ഇന്ന ദൈവം തന്നെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യണം തന്നെയാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ നമുക്ക് ആരോടും പറ്റില്ല. എനിക്ക് ഇപ്പോൾ ഏതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഏതാ ഞാൻ ബിലീവ് ചെയ്യുന്നത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ് എന്ന് വെച്ച് എനിക്ക് അറിയാമെന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വലിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. റെസ്റ്റ് എവ്രി വൺ അവരുടെ കൺട്രോളിലാണ്. അപ്പോൾ ഞാനതങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. വളരെ നല്ല കാര്യം. കാരണം ഫ്യൂച്ചറിൽ ഇപ്പോൾ റിയ മെൻഷൻ ചെയ്തതുപോലെ നാളെ മോനോ മോളോ ആരും ആയാലും ആ കുഞ്ഞു കുട്ടിയിൽ റിയ ഇത് പകർന്നു നൽകുമോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. പക്ഷെ റിയ പറഞ്ഞതുപോലെ അത് നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു വളർന്നു വരുന്ന ആ ഒരു ജനറേഷൻ എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഇന്നലെ നാളെ നമുക്കൊക്കെ ഒരു ജീവിതം മുന്നിലുണ്ട്. നമ്മുടെ മക്കൾ ആ ഒരു വിശുദ്ധിയിൽ വളരണം. അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു സൗന്ദര്യം നിലനിൽക്കുന്നത് ആ ദൈവികതയിലാണ്. അപ്പം നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ ബ്യൂട്ടി എന്നത് നമ്മുടെ ആ ഒരു കരിക്കുലം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസത്തിന് അത്യാവശ്യമാണോ അങ്ങനെ ഒരു വിഷയം? ബ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ പറയുവാണെങ്കിൽ ഗ്രൂമിങ് ചെയ്യാനല്ല സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്. എല്ലാവരിലും ഒരു സൗന്ദര്യമുണ്ട്. അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ബോഡി ഷേപ്പ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും അല്ല. അല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും ഓരോ ഇൻഡിവിജ്വലിനെ ഡിഫറെൻ്റ് ആയിട്ട് കാണാനും അല്ലെങ്കിൽ അവരെങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെയാണ് എന്ന് പറഞ്ഞ് കുറച്ച് മോറൽ വാല്യൂസൊക്കെ ആക്ച്വലി സ്കൂളിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം റിയ പറയുന്നത് ഇതൊരു വിഷയമായി എടുക്കണമെന്നാണോ അതോ ജസ്റ്റ് നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു അവയർനെസ് പ്രോഗ്രാം എന്നതാണോ റിയ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി പിള്ളേർക്ക് അവയർനെസ് ആക്ച്വലി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് സ്കൂള് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്നലെ അല്ല, ലൈക്ക് ഡേ ഫോർ യെസ്റ്റർഡേ നമുക്ക് പിങ്ക് ഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്കൂൾസിൽ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. ആൻറ്റി ബുള്ളിങ് ഡേ ആണത്. സോ അങ്ങനെ ഓരോ ഡേയ്സും ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയുണ്ട്. സോ അങ്ങനെ പിള്ളേർക്ക് അവയർനെസ് ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. റിയ ഇപ്പോൾ ന്യൂസിലൻഡിൽ ജീവിക്കുമ്പം ഈ ഒരു ഇപ്പം പറഞ്ഞ പോലെ ഈ പിങ്ക് ഡേ, യെല്ലോ ഡേ, ഓറഞ്ച് ഡേ ഇങ്ങനെയുള്ള ഡേയ്സ് എന്തെങ്കിലും നമ്മുടെ നാടുകളിലുണ്ടോ? അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അവയർനെസ് ആണ് ഈ ബ്യൂട്ടീനെ കുറിച്ച് ഇപ്പം റിയ പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ബ്യൂട്ടിക്ക് എന്ത് കളർ കൊടുക്കാനാണ് റിയ ആഗ്രഹിക്കുക? ഞാൻ പറയുവാണെങ്കിൽ വൈറ്റ്, ലൈക്ക് പീസ്, ആ ഒരു കളർ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഒരിക്കലും ഭയങ്കര പോപ്പപ്പ് ചെയ്ത് കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി നമ്മൾ മേക്കപ്പിനെ കുറിച്ചല്ല ഡിസ്കസ് ചെയ്യുന്നത്, ഇന്ന ബ്യൂട്ടീനെ കുറിച്ചാണ് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കോമൺ ആയിട്ട് വൈറ്റ് ബ്ലാങ്ക് ബോർഡ് കൊടുത്താൽ മതി. അവർക്ക് ഇഷ്ടമുള്ള കളർ അവർ തന്നെ ചൂസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ബ്യൂട്ടിയെക്കുറിച്ച് ആൾക്കാർ റീൽസും അല്ലെങ്കിൽ യൂട്യൂബും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി. ഇന്ന് നമ്മളും അതുപോലെ ഒരു റിയൽ ലൈഫ് ടോക്കിലൂടെ കടന്നു പോവുകയാണ് അല്ലേ? അതെ. പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ബ്യൂട്ടി എന്നത് മെയിനായിട്ട് ഒരു ഇന്നർ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ഒരു റെസ്പെക്റ്റ് ഈച്ച് അതർ, ഈ ഒരു സോർട്ട് ഓഫ് ബ്യൂട്ടിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം എന്ന് റിയ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓഡിയൻസിനോട് എന്താണ് റിയ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റിയയ്ക്ക് പറയാനുള്ളത്? ഞാൻ കണ്ടിട്ടുണ്ട് കുറേ റീൽസിൽ പല ഇപ്പം ബേസിക് നമുക്കൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് തന്നെ എടുക്കാം.
പല സ്കിൻ ടോണിലും പലതാണ്. ഇപ്പോൾ ചിലർ പറയും ഇത് നല്ല പെർഫെക്റ്റ് ആണ് ഫോർ ഇന്ത്യൻ സ്കിൻ ടോൺ. ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞൊരു സ്കിൻ ടോൺ ഏതാ? ലൈക്ക് നമുക്കൊരു പെർട്ടിക്കുലർ ടോൺ ഉണ്ടോ? എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരും എല്ലാവരും ഡിഫറെൻ്റ് ആണ് ഇൻഡിവിജ്വലി. സോ അങ്ങനൊരു വ്യക്തി പറഞ്ഞ് ഇതിന് ഈ ഒരു സ്കിൻ ടോണിന് ചേരും, ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരും, അങ്ങനെ ഒരു സ്കിൻ ടോൺ ഇല്ല. ഒരു കൾച്ചർ വെച്ച് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. സോ ആ സെയിം പ്രോഡക്റ്റ് ഞാൻ വാങ്ങി ഞാൻ ട്രൈ ചെയ്താൽ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും തോന്നണേ. സോ നമുക്ക് എന്താണ് ഇഷ്ടം, എല്ലാത്തിൻ്റെയും പുറകെ ഡിഫറെൻ്റ് ആൾക്കാരെ റെഫർ ചെയ്യാതെ ചിലപ്പോൾ നമുക്ക് ഇത്തിരി ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഉണ്ടാവും. എനിക്കുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങാനായിട്ട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടമുള്ള കാണാനുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെ കണ്ടൻസ് ഉണ്ട്. അങ്ങനെ പെർട്ടിക്കുലർ പേഴ്സൺസിനെ ഫോളോ ചെയ്യണതിന് കുഴപ്പമില്ല, നമുക്ക് അവർ ഇൻസ്പയർഡ് ആവാം. പക്ഷേ ഒരു സാധനം തന്നെ പല വ്യക്തികൾ, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞു, പല വ്യക്തികൾ ട്രൈ ചെയ്യേണ്ടത് കണ്ടിട്ട് അത് എന്താ വേണ്ടാതെ കുറേ ഗ്രാബ് ചെയ്തിട്ട് കാര്യമില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഞാൻ ഷോപ്പഹോളിക്കാണ് എല്ലാം ആവാം എന്ന് പറഞ്ഞ് കുറേ ഐറ്റംസ് ഗ്രാബ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇൻഡിവിജ്വൽ ആണ്, നമുക്ക് എന്താ ചേരണേ അതാണ് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്നതിൽ കൂടുതൽ ഞാൻ ചോദിക്കും, എന്താ നിൻ്റെ ഫാക്ടർ, നിനക്കിത് ഇഷ്ടമാണോ, നിനക്ക് ഇന്നത് കാണാൻ ഇഷ്ടമാണോ, എന്താ നിന്നെ ബാക്കിലോട്ട് വലിക്കണേ, നിനക്കതെന്താ കാണാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നിനക്ക് ഇൻഡു ദിസ് എന്താ വരാൻ പറ്റാത്തത് എന്ന് ഞാൻ ചോദിക്കും. എന്നിട്ട് ആ ഒരു പ്രോബ്ലത്തിനെ അതിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് സോൾവ് ചെയ്യാൻ, ലൈക്ക് എന്താ പ്രശ്നം എന്നറിയാനാണ് ഞാൻ നോക്കുള്ളൂ. പിന്നെ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് എന്നീന്ന് എന്താ അറിയണ്ടേ, അപ്പോൾ ബേസിക് സ്കിൻ കെയർ എങ്ങനെയാണ് ചേച്ചി, അല്ലെങ്കിൽ ഇതെങ്ങനെയാ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് ഞാൻ ചോദിക്കും കേട്ടോ. അത് വളരെ നല്ലൊരു തോട്ടാണ്. കാരണം നമ്മൾ ആൾക്കാരെ അറിയണം, അല്ലെങ്കിൽ നമ്മളെ അറിയണം. ആൾക്കാരിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്, നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണ്, അതാണ് റിയ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ? അതെ, നമ്മുടെ ലിമിറ്റേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഇത്രയാകാൻ പറ്റൂ. കാരണം നമ്മൾ ഫിനാൻഷ്യലി ചിലപ്പോൾ സ്റ്റേബിൾ ആയിരിക്കണമെന്നില്ല അല്ലേ? ആ ഒരു ഫിനാൻസിൻ്റെ കാര്യത്തിലോട്ട് എടുക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയി, സോഷ്യൽ മീഡിയയിലല്ല, ഇന്നത്തെ ഈ ഒരു വേൾഡിൽ തന്നെ അവൈലബിൾ ആയിരിക്കുമ്പോൾ എന്ത് ചൂസ് ചെയ്യണം എന്ന് നമ്മൾ അവെയർ ആയിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ റിയയുടെ മേക്കപ്പ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് റിയ അത് സെലക്ട് ചെയ്യുക? ആക്ച്വലി എനിക്ക് അഫോർഡബിൾ ആണോ എന്ന് ഞാൻ നോക്കും. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊഡക്ട്സ് മാറിയിട്ടുണ്ട്. എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു ടൈം വരുമ്പോഴേക്കും ഓക്കെ ഒന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഇതെനിക്ക് ചേരുമോ എന്ന് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കും. ഇത് ചേർന്നില്ലെങ്കിൽ ഞാൻ തന്നെ അത് റിജക്റ്റ് ചെയ്യും. പക്ഷെ വേറൊരാൾ വന്നിട്ട് ഇത്ര ഡാർക്ക് ലിപ്സ്റ്റിക്, ആ ഒരു റീല് പറയണമല്ലോ, ഇത്ര ഡാർക്ക് ലിപ്സ്റ്റിക്, ഇത്ര കൂടിയ കണ്ണെഴുത്ത്, അതൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ ഓക്കെ ആണോ എന്നേ ഞാൻ നോക്കാറുള്ളൂ. അപ്പം ഞാൻ സ്കിൻ കെയറിൽ കുറച്ച് കോൺഷ്യസ് ആയിട്ട് നോക്കും. മേക്കപ്പ് പ്രോഡക്ട്സ് ബ്രാൻഡ് നോക്കുമെങ്കിലും നമുക്കൊരു സാധനം ഇഷ്ടമായ അത് ബ്രാൻഡിലല്ല കാര്യം ഇരിക്കണേ. ലൈക്ക് അത് നമുക്ക് എങ്ങനെയാണ് അങ്ങനെ വിചാരിച്ച് ഞാൻ വാങ്ങണേ. സ്കിൻ കെയർ ഞാൻ ചൂസ് ചെയ്യുമ്പം ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി, പിന്നെ കുറച്ച് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് നമ്മൾ ട്രൈ ചെയ്യും. എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ സ്കിൻ ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ചേച്ചിക്കും ഉണ്ടായിട്ടുണ്ടാവല്ലോ? അങ്ങനെയില്ല, എന്നാലും ഇല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാനും പറ്റൂല, ഉണ്ട്. ഒരു ഡ്രൈ സ്കിൻ ഇഷ്യൂവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ എനിക്ക് ഏതാ നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് നാട്ടിൽ ഉപയോഗിച്ച് ഇവിടെ സെറ്റ് ആവണുണ്ടായിരുന്നില്ല. ഞാൻ ഒരു 2 വീക്സ് എടുത്ത് ട്രൈ ചെയ്തിട്ടാണ് ഞാനിത് ഇവോൾവ് ചെയ്ത് വന്നത് നല്ലതിലിട്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴും ഞാൻ നോക്കിയത് ഓക്കെ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, റീപർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. അല്ലാതെ ബ്രാൻഡ് നോക്കിയല്ല. ഞാൻ ഓക്കെ ആണ് അല്ലെങ്കിൽ 2 വീക്സ് ടൈം കൊടുത്ത് എന്നിട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ചേച്ചി എങ്ങനെ ചൂസ് ചെയ്യാറ്? ലൈക്ക് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി തുടക്കം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ യൂസ് ചെയ്യുന്ന റെവലോണിൻ്റെ പ്രോഡക്ട്സ് ആണ്. ഇപ്പം എന്നെ വ്യക്തിപരമായി ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ്, ഞാനങ്ങനെ പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യാറില്ല. വൺസ് എൻ്റെ സ്കിന്നിന് സ്യൂട്ടായി എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അതിനോട് തന്നെ ലൈഫ് ലോങ്, അല്ലെങ്കിൽ ആ കമ്പനി പൂട്ടണം, അല്ലാതെ ഞാൻ ആ ലൈഫ് ലോങ് ആ ഒരു പ്രോഡക്റ്റിനോട് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. ഇന്ന് വരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അതാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കോട്ട് അല്ലെങ്കിൽ ബ്യൂട്ടീനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കാനാണെങ്കിൽ എന്താണ് റിയ ഈ പ്രേക്ഷകർക്ക് വേണ്ടി
മുന്നിൽ വെക്കുന്നത്. നീ സുന്ദരിയാണ്, നീ സുന്ദരനാണ്, ആ ടൈപ്പ് ഒരു കോട്ടല്ലാതെ എന്തായിരിക്കും ഈ പ്രേക്ഷകർക്ക് മുമ്പിൽ ഈ 25-ാം വയസ്സിൻ്റെ ആ ഒരു വ്യൂവിൽ റിയ ഈ ഓഡിയൻസിന് നൽകുക? ഈ 25 ഇയേഴ്സിൽ ഞാൻ വേൾഡ് ഒന്നും കണ്ടിട്ടില്ല, ലൈക്ക് എല്ലാം കണ്ടിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്യണത് എങ്ങനെയാണ്, അവനോ ഇവരോ പറയണതല്ല ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇന്നറിൽ ഞാൻ ആരാണ്, അല്ലെങ്കിൽ എനിക്കിന്ന് ഞാൻ ഗുഡായിട്ടാണോ ഫീൽ ചെയ്യണേ അതേ ഉള്ളൂ. അല്ലാതെ വേറൊരു വ്യക്തി പറയണത് കേട്ട് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഇഫ് യു ആർ ബ്യൂട്ടിഫുൾ, ലൈക്ക് ഇഫ് യു ഫീൽ യു ആർ ബ്യൂട്ടിഫുൾ, ദാറ്റ്സ് ഇറ്റ്, ഗോ ഫോർ ഇറ്റ്. അങ്ങനെ ഞാൻ വിചാരിക്കും, എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ. ഇതാണ് നമ്മുടെ റിയ. ഇന്ന് നമുക്കൊപ്പം ചേർന്ന് അവളുടെ ലൈഫ് സ്റ്റോറി നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി പങ്കുവെച്ചപ്പോൾ 1000 നന്ദിയോടുകൂടി ഈ ചാനലിൻ്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും റിയയ്ക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.